ഹായ്, ഇന്ന് നമ്മൾ ജേണൽ എന്ന 5th ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ജേണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഡേറ്റ് വൈസ് റെക്കോർഡാണ്. ഡേറ്റ് വൈസ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ഒരു ബിസിനസ് സ്ഥാപനത്തിൽ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുകയാണ്. അത് ഡെയിലി വരുന്ന ട്രാൻസാക്ഷനെ കുറിച്ച് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? വേരിയസ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ബുക്ക് കീപ്പിംഗ്, ദാറ്റ് ഈസ് റെക്കോർഡിംഗ് ദീസ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ഡെയിലി വരുന്ന ട്രാൻസാക്ഷനെ കുറിച്ച് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, എ ബുക്ക് ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ എവറി ബിസിനസ് മാൻ മേ ബി സ്മോൾ ഓർ ബിഗ്. വലിയ ബിസിനസ് ആയിക്കോട്ടെ, ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, ബട്ട് ദേ ഹാവ് ടു പ്രിപ്പയർ എ ബുക്ക് ടു റെക്കോർഡ് എവറി ബിസിനസ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഡേറ്റ് വൈസ് ആൻഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദീസ് ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ് ഈസ് നോൺ എസ് ജേണൽ. അതായത് ഡെയിലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന, ഡേറ്റ് വൈസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ബിസിനസ് ട്രാൻസാക്ഷനെ ആണ് നമ്മൾ ജേണൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മീനിങ് പഠിക്കും, ജേണലിൻ്റെ ഫോർമാറ്റ്, ജേണലൈസിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ്, പിന്നെ ജേണലൈസിങ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, പിന്നെ എന്താണ് ക്ലാസിഫൈ ജേണൽ ഇൻ ടു സ്പെഷ്യൽ ജേണൽ ആൻഡ് ജേണൽ പ്രോപ്പർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജേണലിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫോർമാറ്റും എങ്ങനെയാണെന്നുള്ളത്. The journal is a books of accounts in which all day-to-day business transactions are recorded in a chronological order. അപ്പോൾ എന്താണ് ജേണൽ എന്ന് പറയുന്നത്? ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്, ഒരു ബുക്കാണ്. ഇൻ വിച്ച് ഓൾ ഡേ ട്രാൻസാക്ഷൻ, അപ്പോൾ ഡെയിലി വരുന്ന ബിസിനസ് ട്രാൻസാക്ഷനെ ഒരു സിസ്റ്റമാറ്റിക് മാനർ അല്ലെങ്കിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഒക്കറൻസ് ട്രാൻസാക്ഷൻസ് വെൻ റെക്കോർഡഡ് ഇൻ എ ജേണൽ ആർ നോൺ എസ് എൻട്രീസ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനെ നമ്മൾ എടുത്ത് നമ്മൾ ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ എന്ത് വന്നു, എന്ത് പോയി എന്ന് നമ്മൾ നോട്ട് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എൻട്രീസ് എന്ന് നമ്മൾ പറയുന്നത്. It is the book in which transactions are recorded for the first time. Journal is also known as book of original record or book of primary entry. അപ്പോൾ ജേണലിന് രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഒന്നെന്താണ്? ബുക്ക് ഓഫ് ഒറിജിനൽ റെക്കോർഡ് എന്നും പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ nature are classified into various categories of accounts. അപ്പോൾ പല കാറ്റഗറീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ട്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ്. ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആസ്തിയാണ്. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ തിരിച്ചടയ്ക്കേണ്ട, നമുക്ക് ബാധ്യതയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? മൂലധനമാണ്. നമ്മൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി റവന്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് വരുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഇൻകമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റവന്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മുടെ പൈസയായിട്ട് ചിലവായി പോകുന്നതിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ ഈ ജേണൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ജേണലിനൊരു പ്രത്യേക രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ട്രാൻസാക്ഷനിലും ഡെബിറ്റ് ട്രാൻസാക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും ഉണ്ട്. applicable to the specific account. Every business transaction affect two accounts. അപ്പോൾ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും ഡെബിറ്റും ഉണ്ടാവും, ക്രെഡിറ്റും ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ കോൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചു, മാച്ചിങ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിലെന്താ പറഞ്ഞാൽ രണ്ട്
പിന്നെ എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഡെബിറ്റും ക്രെഡിറ്റും എന്നുള്ളത്. അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി, വൺ അക്കൗണ്ട് ഈസ് ഡെബിറ്റ് ആൻഡ് അതർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റ്. അപ്പോൾ നിർബന്ധമായിട്ടും ഒന്ന് ഡെബിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്തത് എന്താവും, ക്രെഡിറ്റ് ആകും. എവറി ട്രാൻസാക്ഷൻ ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ജേണൽ. എല്ലാ ട്രാൻസാക്ഷനും നിർബന്ധമായിട്ടും ജേണൽ, അതായത് ജേണലിൻ്റെ ബുക്ക് ഓഫ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദീസ് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ എ ജേണൽ ഈസ് നോൺ ആസ് ജേണലൈസിങ്. അപ്പോൾ എന്താണ്, ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും ഓരോ എൻട്രി ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജേണലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ. In small business house, generally one journal book is maintained in which all the transactions are recorded. But in case of big business houses, as the transactions are quite large in number, therefore journal is divided into various types of books called special journals. അപ്പോൾ ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ പിന്നെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ സിമ്പിളായിട്ടുള്ള ജേണൽ ബുക്ക് ധാരാളമായിട്ട് മതിയാകും. അതേസമയം വലിയ വലിയ ഓർഗനൈസേഷനിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, അതായത് ജേണൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് ബുക്സ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ബുക്സിനെയാണ് നമ്മൾ സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ജേണൽ എന്ന് പറയുമ്പോൾ പർച്ചേസിനൊരു അക്കൗണ്ട് ഉണ്ടാവും, ക്രെഡിറ്റിനൊരു അക്കൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ സെയിൽസിനൊരു അക്കൗണ്ട് ഉണ്ടാവും, സെയിൽസ് ക്രെഡിറ്റിനൊരു അക്കൗണ്ട് ഉണ്ടാവും, പർച്ചേസ് ക്രെഡിറ്റ്, അങ്ങനെ ഓരോ ട്രാൻസാക്ഷനും ബേസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള അക്കൗണ്ട്സ് ആയിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇവിടെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, ദറ്റ് ഈസ് ഓൾ ക്രെഡിറ്റ് സെയിൽ ഇൻ സെയിൽസ് ബുക്കും ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ ഇൻ ക്യാഷ് ബുക്കും. ക്യാഷായിട്ട് വരുന്ന കാര്യങ്ങൾ ക്യാഷ് ബുക്കിലും കടമായിട്ട് വരുന്ന കാര്യങ്ങൾ ക്രെഡിറ്റ് സെയിൽസിലും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സ്പെഷ്യൽ ജേണൽ ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു 4-5 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ജേണൽസ് ഉണ്ട്. അത് നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നുമില്ല, പർച്ചേസ് ഉണ്ടാവും, പർച്ചേസ് ക്രെഡിറ്റ് ഉണ്ടാവും, സെയിൽസ് ക്രെഡിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ റിട്ടേൺ ബേസ് ചെയ്തിട്ടുള്ളത് ഉണ്ടാവും, പിന്നെ എന്താണ് ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, അങ്ങനെ ഒരുപാട് ക്യാഷ് ബുക്ക്, ഒരുപാട് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ജേണൽസ് ഉണ്ട്. ഇനി നമ്മൾ എന്താണ് ഫോർമാറ്റ് ഓഫ് ജേണൽ. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു റൂൾ നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എവറി പേജ് ഓഫ് ജേണൽ ഹാസ് ദ ഫോളോയിങ് ഫോർമാറ്റ്. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ ജേണൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ഈ ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇറ്റ് ഈസ് എ കോളമർ ബുക്ക്. ഈച്ച് കോളം ഈസ് ഗിവൺ ആസ് എ നെയിം റിട്ടേൺ ഓൺ ഇറ്റ്സ് ടോപ്പ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ജേണലിൻ്റെ ഹെഡിങ്. നമ്മൾ നിർബന്ധമായിട്ടും ഹെഡിങ് കൊടുക്കണം. ഏത് ബിസിനസ് സ്ഥാപനം ഏത് ഡേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരാണ്, എന്താണെന്നുള്ളതുള്ള ഹെഡിങ് കൊടുക്കണം. പിന്നെന്താണ് ഡേറ്റ്, അടുത്ത കോളം പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇത്രയാണ് ഫോർമാറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിച്ചു എന്നിരിക്കാം ഫോർമാറ്റ് ഓഫ് ജേണൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് വരേണ്ട കോളങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് വൃത്തിയിൽ വരച്ച് അതിൻ്റെ ഹെഡിങ് കൊടുക്കുക. ഇനി ഈ ഡേറ്റിൽ വരുന്നത് ഓരോ ദിവസത്തിലും വരുന്ന ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ഇവിടെ ഡേറ്റ് കോളത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏതൊക്കെ ദിവസം, ഇന്ന ദിവസം എന്നുള്ളത് ഡേറ്റാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അതിനാണ് നമ്മളിവിടെ ഡേറ്റ് കോളം കൊടുക്കുന്നത്. അടുത്തത് പർട്ടിക്കുലർ എന്ന് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലറിൽ നമ്മൾ ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ എന്ത് ബേസ് ചെയ്തിട്ടാണ്, എന്തിനെ ഡെബിറ്റ് ചെയ്യണു, എന്തിനെ ക്രെഡിറ്റ് ചെയ്യുന്നു എന്ന് നോട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നറേഷനെ നോട്ട് ചെയ്യാനുമാണ് നമ്മൾ പർട്ടിക്കുലർ കോളം യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ലെഡ്ജർ ഫോളിയോ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഒരു ക്രോസ് ചെക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെഡ്ജർ ഫോളിയോൻ്റെ നമ്പർ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ക്രോസ് ചെക്കൊക്കെ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അടുത്ത ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇത് ഡെബിറ്റ് ചെയ്തത് എന്താണോ ആ എമൗണ്ട് നോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്ന എന്താണോ അതിൻ്റെ എമൗണ്ട് നോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് 2 എമൗണ്ട് കോളം നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ കണ്ടോ ഡേറ്റിൻ്റെ എക്സാമ്പിൾ കണ്ടോ, ഡേറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെർട്ടിക്കുലറിൽ
ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും ഒരിക്കൽ ഇതേപോലെ ആയിരിക്കും കൊടുക്കുക. ഡേറ്റ് ഒന്ന് പെർട്ടിക്കുലർ, പിന്നെ നറേഷൻ, നിർബന്ധമായിട്ടും നറേഷൻ കൊടുക്കണം. ഇവിടെ ഫോർ എക്സാമ്പിൾ എന്താണ്, റെൻറ്റ് പെയ്ഡ് ഇൻ ക്യാഷ് ഓൺ 1st April 2014. അപ്പോൾ ഡേറ്റിൽ നമ്മൾ എന്തെന്ന് മെൻഷൻ ചെയ്യണം, 2014 April 1 എന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ഇൻ ക്യാഷ് അല്ലേ, പൈസ എന്താക്കി റെൻ്റായിട്ട് പേ ചെയ്തു. അപ്പോൾ റെൻറ്റിനെയാണ് നമ്മൾ പേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റെൻറ്റിനെ ഡെബിറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി, ക്യാഷ് പോയി. അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താ നറേഷൻ ബീയിങ് റെൻറ്റ് പെയ്ഡ് എന്ന് നമ്മൾ നറേഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം. പിന്നെ ലെഡ്ജർ ഫോളോ നമ്മൾ പറഞ്ഞു, ക്രോസ് ചെക്ക് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലെഡ്ജറിൻ്റെ ഫോളോ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ സഹായിക്കും. ഇനി ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് അറിയാലോ, ഇങ്ങനെ എമൗണ്ട് ഇടേണ്ടത് എത്രയാണ്, 4000 ആണെങ്കിൽ 4000. ഇവിടെ ആണ് ഫോർമാറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. പെയ്ഡ് ₹4,000 റെൻ്റ് ഓൺ 1st April 2014. അപ്പോൾ ഡേറ്റിൽ ഇവിടെ നമ്മൾ 2014 April 1 എന്ന് കൊടുക്കുന്നു. റെൻറ്റ് പെയ്ഡാണ്, റെൻറ്റിനെയാണ് നമ്മൾ അടയ്ക്കുന്നത്. സോ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയതുകൊണ്ട് ടു ക്യാഷ് അക്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഡെബിറ്റിൻ്റെ റെൻറ്റ് ഡെബിറ്റ് കോളത്തിൽ 4000, ക്രെഡിറ്റ് കോളത്തിൽ 4000. പിന്നെന്താണ്, നറേഷൻ നിർബന്ധമാണ്. ഓരോ ട്രാൻസാക്ഷൻ പാസ് ചെയ്യുമ്പോൾ നറേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ ബീയിങ് റെൻറ്റ് പെയ്ഡ് എന്നാണ് നറേഷൻ വരുന്നത്. ഓക്കെ, ഇനി പ്രോസസ് ഓഫ് ജേർണലൈസിങ്. ജേർണലൈസിങ്ങിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ദ അക്കൗണ്ട്, ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ദ എഫക്റ്റഡ് അക്കൗണ്ട് ഓഫ് എൻ അക്കൗണ്ട് ഇൻ ട്രാൻസാക്ഷൻ ആർ ഐഡൻറ്റിഫൈഡ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ട്രാൻസാക്ഷൻ ഓഫ് ഗുഡ്സ് വർത്ത് ₹10,000 ആണെങ്കിൽ ആർ പർച്ചേസ് ഫോർ ക്യാഷ്, ദെൻ പർച്ചേസ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ആർ ദ ടു എഫക്റ്റഡ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, ഐഡൻറ്റിഫൈ ദ അക്കൗണ്ട്സ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ ഏത് അക്കൗണ്ടാണ് വരിക എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മൾ നോക്കി റെൻറ്റ് പെയ്ഡ് എന്നുള്ളത്, അപ്പോൾ റെൻറ്റും വരും ക്യാഷും വരും. ഓക്കെ, പിന്നെ റെക്കഗ്നൈസ് ദ ടൈപ്പ് ഓഫ് അക്കൗണ്ട്, ഇത് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് എന്താണ്, type of affected account, examine the book is purchase account and the cash accounts are expense of asset account respectively. അപ്പോൾ ഏത് അക്കൗണ്ടിനെയാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊട്ട് മേലത്തെ ഒരു എക്സാമ്പിൾ ഗുഡ് വർത്ത് എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഗുഡ് വർത്ത് എന്നാകുമ്പോൾ എന്താണ്, പർച്ചേസും ക്യാഷും ആണ് അവിടെ എഫക്റ്റ് ആകുന്നത്. അപ്പോൾ ആ രണ്ടിനെയാണ് റെക്കഗ്നൈസ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അപ്ലൈ ദ റൂൾ എന്താണ്, ഡെബിറ്റ് വാട്ട് റിസീവ് ആൻഡ് ക്രെഡിറ്റ് വാട്ട് ദ ഗിവർ എന്നാണ് റൂൾ നമുക്കറിയുന്നത്. അപ്പോൾ ദെൻ ദ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അപ്ലൈ ടു ദ എഫക്റ്റഡ് അക്കൗണ്ട്. അപ്പോൾ ഏതിനാണ് ഡെബിറ്റ് ആയിട്ടുള്ളത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ടാണ് എന്തായിട്ടുള്ളത്, ഡെബിറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാഷ് എന്താണ്, ക്രെഡിറ്റ് ആവുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഗോൾഡൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ എന്തായാലും അക്കൗണ്ട് അപ്ലൈ ചെയ്തിരിക്കണം. കണ്ടോ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് 10,000 ഡെബിറ്റിൽ ക്രെഡിറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ജേർണലിൻ്റെ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും പ്രോബ്ലംസ് എങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യണം, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എങ്ങനെ ഫോളോ ചെയ്യണം, എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്താൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ജേർണലിൻ്റെ ഒരു പ്രോബ്ലത്തിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക എല്ലാവരും. പിന്നെ ഇതിൽ വരുന്ന എക്സസൈസ് പ്രോബ്ലംസൊക്കെ ഒരുപാട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്തത് എന്താണ്, കോമ്പൗണ്ട് ആൻഡ് അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ്. കോമ്പൗണ്ട്, ദ ജേർണൽ എൻട്രി ദാറ്റ് യു ഹാവ് ലേൺ സോ ഫാർ ആർ സിമ്പിൾ. അതായത് ഒരു പെർട്ടിക്കുലർ റെൻറ്റ് പെയ്ഡ് ആണെങ്കിൽ റെൻറ്റ് പോയി, സോ റെൻറ്റിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് പോയി, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് വെരി സിമ്പിളാണ്. ആൻഡ് affected 2 accounts only. There can be entries that affect more than 2 accounts. Such entries are called compound or combined entries. അതായത് ഒരുപാട് ഒന്നിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ കമ്പൈൻഡ് എൻട്രീസ് എന്ന് പറയുന്നത്. എ സിമ്പിൾ ജേർണൽ എൻട്രി കണ്ടെയ്ൻസ് ഓൺലി 1 ഡെബിറ്റ് ആൻഡ് 1 ക്രെഡിറ്റ്. ബട്ട് ഇഫ് ആൻ എൻട്രി കണ്ടെയ്ൻസ് മോർ ദാൻ 1 ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഓർ ബോത്ത്,
ഒന്നിൽ കൂടുതൽ ഡെബിറ്റും ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റും അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ വരുന്ന എൻട്രീനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കോമ്പൗണ്ട് എൻട്രി അല്ലെങ്കിൽ കമ്പൈൻഡ് എൻട്രി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇവിടെ സാധാരണ ഒരു ട്രാൻസാക്ഷനിൽ ക്യാഷ് പേ ചെയ്തു, റെൻറ്റ് പേ ചെയ്തു എന്നുള്ള ട്രാൻസാക്ഷനിൽ നമ്മളിങ്ങനെ 2 സെപ്പറേറ്റ് എൻട്രി ആയിരിക്കും ഇടുന്നത്. ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് 2014 നവംബർ 30 സാലറി പെയ്ഡ്. അപ്പോൾ സാലറി പെയ്ഡിന് സാലറി നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അതേപോലെ തന്നെ റെൻറ്റ് പെയ്ഡ്, റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇത് 2 എൻട്രി നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതിനെക്കാട്ടും എളുപ്പത്തിൽ നമുക്ക് കോമ്പൗണ്ട് എൻട്രി ഇട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 2 ഡെബിറ്റും ഇവിടെ കണ്ടോ 2 ക്യാഷും ഇവിടെയും 2 ക്യാഷാണ്. അപ്പോൾ ഈ 2 ക്യാഷിന് പകരം നമ്മൾ 1 ക്യാഷ് ഇടുകയാണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ടൈം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒറ്റ കോമ്പൗണ്ട് എൻട്രി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 2014 നവംബർ 30. ഇതിപ്പോൾ സെപ്പറേറ്റ് ഡേറ്റ് ആണെങ്കിൽ 31 ഈ റെൻറ്റിൻ്റെ അടുത്ത് 31 ഇട്ടാൽ മതി, ഡേറ്റ് വ്യത്യാസമാണെങ്കിൽ. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ, റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇവിടെ 2 ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് ഇവിടെ കോമ്പൗണ്ട് എൻട്രിയിൽ ഒറ്റ ഒരു എൻട്രി മാത്രം ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സാലറി അക്കൗണ്ടിൽ എത്രയാണ് നമുക്ക് വരുന്നത് 6000, റെൻറ്റിൽ എത്രയാണ് വരുന്നത് 12000. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ക്യാഷ് അക്കൗണ്ടിൽ ഇട്ടാൽ മതി 18000 എന്ന് പറഞ്ഞാൽ. സാലറിയിൽ എന്താണ് 6000 ആണ് വരിക, റെൻറ്റിൽ എന്താണ് വരുന്നത് 12000 ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ടാലി ചെയ്തിട്ട് ക്യാഷ് പോയി എന്നുള്ള അർത്ഥത്തിൽ 18000 നമ്മൾ ഇട്ടാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ടൈമിനെ ലാഭിക്കാൻ പറ്റും എക്സാമിൻ്റെ സമയത്തൊക്കെ കോമ്പൗണ്ട് എൻട്രി ഇട്ടിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. ഇനി ബാഡ് ഡെറ്റ്സ്. ബാഡ് ഡെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കിട്ടാക്കടമാണ്. വെൻ എ ഡെപ്റ്റർ ഫെയിൽസ് ടു പേ ദ ഫുൾ എമൗണ്ട് ഡ്യൂ ടു ഹിം ദ അൺപെയ്ഡ് എമൗണ്ട് ഈസ് കാൾഡ് ബാഡ് ഡെറ്റ്സ്. അതായത് ആ പേയ്മെൻറ്റ് ആ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് ഇയറിൽ ആ പെർട്ടിക്കുലർ പേയ്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത്. എ ബിസിനസ് കൺസേൺ റിസീവ് 8,000 ഔട്ട് ഓഫ് ₹10,000 ഡ്യൂ ഫ്രം ഹരീഷ്. He is unable to pay the balance amount. Thus the remaining amount becomes a bad debts. ഓക്കെ, ഇവിടെ 8000 ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്, 2000 എന്താണ് ബാഡ് ഡെറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടണം, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്താണ് ബാഡ് ഡെറ്റ്സ് 2000. എത്രയാണോ കിട്ടാത്തത് അത് മെൻഷൻ ചെയ്തിട്ട് ആരാണ് ഡ്യൂ ഫ്രം ആരുടെ കയ്യിൽ നിന്നാണ്, ഹരീഷിൻ്റെ കയ്യിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ടു ഹരീഷ് എന്ന് ഹരീഷിനെ നോട്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും. ടു എൻകറേജ് എ കസ്റ്റമർ ടു പേ ദ എമൗണ്ട് ഡ്യൂ ബിഫോർ ഡ്യൂ ഡേറ്റ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ്. ബിഫോർ ഡ്യൂ ഡേറ്റ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നു. ദിസ് ഈസ് കാൾഡ് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ഇഫ് സച്ച് ഡിസ്കൗണ്ട് ഈസ് റിസീവ്ഡ് ദ കോമ്പൗണ്ട് എൻട്രി വിൽ ബി ഇങ്ങനെയായിരിക്കും വരിക. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് അലൗ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഡിസ്കൗണ്ട് അലൗഡിന് ജേർണൽ എൻട്രി കൊടുക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ബാങ്കിലാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഓക്കെ, കസ്റ്റമർ ആരാണ് അവരെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പ്രോബ്ലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇത് നമ്മൾ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, കറണ്ട് അക്കൗണ്ടിങ് പീരിയഡ് ഷുഡ് ബി ഡെബിറ്റ് ആവണം അല്ലേ. എന്താണ്, an expense for the current accounting period should be debited. It is immaterial whether it is paid in that accounting period or not. In case the same expense is not paid during the year, ആ പെർട്ടിക്കുലർ ഇയറിൽ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ അടയ്ക്കാണ്ട് വരുന്ന ഒരു മേ ബി ഒരു സാലറി ആവാം അല്ലെങ്കിൽ ഒരു റെൻ്റ് ആവാം, അതിനെയാണ് ബിക്കംസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് നമ്മൾ പറയുന്നത് ഫോർ എ പെർട്ടിക്കുലർ ഇയറിൽ. ഇറ്റ് ഈസ് ദ ലയബിലിറ്റി ഓഫ് എ ബിസിനസ് ഫോർ ദാറ്റ് ഇയർ. അപ്പോൾ അത് അടയ്ക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അടയ്ക്കാത്തത് കാരണം അതൊരു ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിന്. അത് റെൻ്റ് ആവാം, അല്ലെങ്കിൽ സാലറി ആവാം, അല്ലെങ്കിൽ ഇൻകം ആവാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് ആവാം, എന്താണോ
അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. ആ കറണ്ട് ഇയറിൽ അത് ബിസിനസ് സ്ഥാപനത്തിന് ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, ഇവിടെ അതിനൊരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഇഫ് സാലറി അവർ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ₹5,000 ഫോർ ഡിസംബർ 2014, then the entry will be salary account debtor to salary outstanding എന്ന് മെൻഷൻ ചെയ്യണം. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇതേപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് വരികയാണെങ്കിൽ എങ്ങനെയാണ്? ഇതും ആ പെർട്ടിക്കുലർ കറണ്ട് ഇയറിൽ അടയ്ക്കാണ്ടായി പോവുകയാണെങ്കിൽ, ഇഫ് ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് ഈസ് prepaid for 2015, in 2014 for 3,000, then the entry will be മുന്നേ കൂട്ടി അടയ്ക്കുന്നുണ്ടാവും പ്രീപെയ്ഡായി ബേസ് ചെയ്തിട്ട്. നെക്സ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ടത് ഈ ഇയറിൽ പേ ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എൻട്രി എന്തായിരിക്കും വരിക? പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻഷുറൻസ് പ്രീമിയം എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്നാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻഷുറൻസ് പെയ്ഡിന് അഡ്വാൻസ് അടുത്ത വർഷത്തേക്കുള്ള പ്രീമിയം എമൗണ്ട് ഈ വർഷം മുന്നേ കൂട്ടി നമ്മൾ അടയ്ക്കുന്നു. ഓക്കെ, ഇനി അക്രൂഡ് ഇൻകം. ഇൻ കേസ് ഇൻകം ഹാസ് ബീൻ ഏൺഡ് ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ് ടിൽ നൗ. ഏൺ ചെയ്തിട്ടുണ്ട് ഇൻകം, ബട്ട് എന്ത് ചെയ്തിട്ടില്ല, ടിൽ ഈ സമയം വരെ നമ്മൾ റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ അക്രൂഡ് ഇൻകം എന്ന് നമ്മൾ പറയുന്നു. അക്രൂഡ് ഇൻകം ഈസ് ആൻ അസറ്റ്. ആസ് ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ദ അസറ്റ് ഇറ്റ് വിൽ ബി ഡെബിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ്? അക്രൂഡ് റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് അക്രൂഡ് ഇൻകം ഒന്നും അധികം എക്സാംസിൽ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. പക്ഷേ പ്രീപെയ്ഡും എന്താണ്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങും നിങ്ങൾക്ക് ഫൈനൽ അക്കൗണ്ടൊക്കെ വരുന്ന സമയത്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത്. വെനെവർ ഇൻകം ഈസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഡ്യൂറിങ് ദ കറണ്ട് ഇയറിൽ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിസീവ്ഡ് ഫോർ ദ നെക്സ്റ്റ് ഇയറിലാണ് നമുക്കത് കിട്ടേണ്ടത്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ ദ കറണ്ട്. പക്ഷേ ഈ കറണ്ട് ഇയറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? അക്കൗണ്ടിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ആസ് ദിസ് ഇൻകം പെർട്ടൈൻ ടു ദ നെക്സ്റ്റ് ഇയർ ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് ഇൻകം ഇൻ ദ കറണ്ട് ഇയർ. സോ കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇയറിലെ ഇൻകം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ബിക്കംസ് എ ലയബിലിറ്റിയാണ് ബിസിനസ് സ്ഥാപനത്തിന്. ആസ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ ലയബിലിറ്റി ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ലയബിലിറ്റി ഇൻക്രീസ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് റെൻറ്റ് ഈസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ദ പീരിയഡ് January and February 2015, in December 2014 ₹9,000, then the entry will be for rent account debtor to rent received in advance. So അത് ലയബിലിറ്റി ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? തേയ്മാനം. അസറ്റുകളിൽ തേയ്മാനം പറ്റുന്നതിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രിസിയേഷൻ മീൻ ഡിക്ലൈൻ, താഴ്ന്നു പോവുക. ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരിക ഡ്യൂ ടു ഇറ്റ്സ് വിയർ ആൻഡ് ടിയർ. നമ്മൾ മെഷീൻസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിനെന്ത് സംഭവിക്കും? തേയ്മാനം പറ്റും അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ഫോർ ദ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? എക്സ്പെൻസ് ആണ്. സോ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ആൻഡ് ലോസസ് ആർ ഡെബിറ്റഡ്. അപ്പോൾ ഇവിടെ ഇൻക്രീസ് in expense and losses are debited, so depreciation is also to be debited എന്നാണ് പറയുന്നത്. The value of asset will also be reduced because of depreciation. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. As decrease in the asset is credited, so the same asset account will be credited. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, depreciation on furniture ₹3,000 is charged for the year. Journal entry will be depreciation account debtor to furniture. അപ്പോൾ ഫർണിച്ചറിലാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഡിപ്രിസിയേഷൻ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത മൂലധനത്തിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ് മേ അലോ ഇൻട്രസ്റ്റ് ടു ഇറ്റ്സ് പ്രൊപ്പറേറ്റർ ഓൺ ഹിസ് ഓർ ഹെർ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ഫോർ ദ ബിസിനസ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമോ
അല്ലെങ്കിൽ ആരുടെ നിന്നെങ്കിലും കടം വാങ്ങുമോ, അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യണം. ആസ് ദ എക്സ്പെൻസസ് ഈസ് ഡെബിറ്റഡ് ഫോർ ദ ഇൻക്രീസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി ഡെബിറ്റഡ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കടമാണ് അല്ലേ, ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ്. The other account involved here is capital account. As capital is increasing, it will be credited with the amount of interest on capital. Interest on capital amount എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് അലോഡ് ഓൺ ക്യാപിറ്റൽ ഈസ് ₹2500 ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജേർണൽ എൻട്രീൻ്റെ ബിസിനസ് ട്രാൻസാക്ഷൻ ഇതുപോലത്തെ ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ ഈ ചോദ്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അടുത്തത് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ എന്താണ്, പിൻവലിക്കുക, വിഡ്രോ ചെയ്യുക അല്ലേ. അപ്പോൾ വെൻ ദ പ്രൊപ്രൈറ്റർ വിഡ്രോ സം മണി ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസ് എന്ന് പറയുമ്പോഴും എന്ത് തന്നെയാണ്, പേഴ്സണൽ യൂസ് തന്നെയാണ്. അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് വിത്ത്ഡ്രോ എന്ന് പറയുന്നത്. ഡ്രോയിങ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ ബിസിനസ് അതിൽ നിന്ന് നമ്മൾ പൈസ പിൻവലിക്കുകയാണെങ്കിൽ അത് പൈസ ക്യാപിറ്റലിൽ നിന്ന് എന്താവുക ചെയ്യുന്നത്, കുറയുക ചെയ്യുന്നത് അല്ലേ. ആസ് ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഇസ് ഡെബിറ്റഡ്, ഡ്രോയിങ് വിൽ ഓൾസോ ബി ഡെബിറ്റഡ്. ആസ് ക്യാഷ് വിൽ ബി ഡിക്രീസ്ഡ് ആസ് ആൻ അസെറ്റ്. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ് വിഡ്രോ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ആണെങ്കിൽ 4000 സ്വന്തമായിട്ടുള്ള ആവശ്യത്തിന് അല്ലേ. അപ്പോൾ ഡ്രോയിങ് ആയിട്ടാണ് എന്ത് ചെയ്ത് പിൻവലിച്ചത്, ക്യാഷ് എന്തായി പോയി, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. The classification of journal. Journal is a book in which transactions are recorded in chronological order. Date-wise record ആണ്. Therefore, it will be particularly difficult to record if the number of transactions is large. ഒരുപാട് ട്രാൻസാക്ഷൻ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു പ്രിപ്പയർ എന്താണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സിമ്പിളായിട്ടുള്ളൊരു ജേർണൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. To take the benefit of division of labor, journal should be divided into number of journal. ഒരുപാട് ജേർണലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജേർണൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് സ്പെഷ്യൽ ജേർണൽ ആൻഡ് ജേർണൽ പ്രോപ്പർ. സ്പെഷ്യൽ ജേർണൽ ആർ ആൾസോ നോൺ ആസ് സ്പെഷ്യൽ പർപ്പസ് ബുക്ക്. ക്ലാസിഫിക്കേഷൻ ഓഫ് ജേർണൽ ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ചാർട്ടാണ് കേട്ടോ. അപ്പോൾ ജേർണൽ എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സ്പെഷ്യൽ ജേർണലും അടുത്തത് എന്താണ്, ജേർണൽ പ്രോപ്പർ. അപ്പോൾ ഈ സ്പെഷ്യൽ ജേർണൽ എഗെയിൻ ഡിവൈഡഡ് ഇൻടു 3 ആണ്. ക്യാഷ് ജേർണലും അതുപോലെ തന്നെ ഗുഡ്സ് ജേർണലും ബില്ല് ജേർണലും. ഓക്കെ, ഈ ക്യാഷ് ജേർണൽ എന്ന് പറയുമ്പോൾ സിമ്പിൾ ക്യാഷ് ബുക്കും ബാങ്ക് കോളം ക്യാഷ് ബുക്കും അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇനി ഈ ഗുഡ്സ് എന്ന് പറയുമ്പോൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. ബിൽ ജേർണൽ എന്ന് പറയുന്നത് ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പിന്നെ സിമ്പിൾ കോളം ഡബിൾ കോളൊക്കെ ക്യാഷ് ബുക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കുക, പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ജേർണലിൻ്റെ ചാപ്റ്റർ ആയതുകൊണ്ട് ജേർണൽ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ജേർണലും അതുപോലെ തന്നെ ജേർണൽ പ്രോപ്പറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇതാണ് കേട്ടോ. ഇനി സ്പെഷ്യൽ ജേർണൽ നമ്മൾ പറഞ്ഞു ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ആണെങ്കിൽ എന്താണ്, ക്യാഷ് ജേർണൽ ഓർ ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻ ഫോർ റെക്കോർഡിങ് ഓൾ ദ ക്യാഷ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് വരുന്നത് എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് മേ ബി എന്താണ്, സിമ്പിൾ കോളത്തിലാവാം ഡബിൾ കോളത്തിലാവാം. ഓക്കെ, all cash receipt and all cash payment of the business. This book help us to know the balance of cash in hand at any point of time. അപ്പോൾ ക്യാഷ് ബുക്ക് 2 തരത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും നോട്ട് ചെയ്യുന്നത് ഏത് ബുക്കിലാണ്, ക്യാഷ് ബുക്കിലാണ് നോട്ട് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിലായിരിക്കും, പർച്ചേസ് ബുക്കിലായിരിക്കും നമ്മൾ നോട്ട് ചെയ്യുന്നത്. ദിസ് ജേർണൽ ഈസ് മെൻറ്റ് ഫോർ റെക്കോർഡിങ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. കടമായിട്ട് വരുന്ന ട്രാൻസാക്ഷനൊക്കെ നമ്മൾ ഈ പർച്ചേസ് ബുക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അതേസമയം ക്യാഷ് പർച്ചേസ് എവിടെയായിരിക്കും നോട്ട് ചെയ്യുക, ക്യാഷ് ബുക്കിലായിരിക്കും നോട്ട് ചെയ്യുക.
only as cash purchase of goods are recorded in the cash book. നേരത്തെ പറഞ്ഞ ക്യാഷ് ബുക്കിലാണ് ക്യാഷ് ട്രാൻസാക്ഷൻസ് എഴുതുക എന്നുള്ളത്. In this journal, purchase of other thing like machinery, typewriter, stationery, etc. are not recorded. അപ്പോൾ അസറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഈ പർച്ചേസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. ഗുഡ്സ് മീൻ ആർട്ടിക്കിൾ മെയിൻ ഫോർ ദ ട്രേഡിംഗ് ഫോർ ദ ആർട്ടിക്കിൾ ഇൻ വിച്ച് ബിസിനസ് ഡീൽ. ഗുഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് പർച്ചേസ് എന്നാണ്. ഗുഡ്സ് ഏതൊക്കെയോ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആവാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ സെയിൽസ്. ഇവിടെ കടമായിട്ട് വരുന്ന സെയിൽസ് ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. അതായത് ക്യാഷ് സെയിലൊക്കെ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞു, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേണും സെയിൽസ് പർച്ചേസ് റിട്ടേൺ, നമ്മൾ പർച്ചേസ് ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഡാമേജസോ അല്ലെങ്കിൽ അധികമായിട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാവുന്നതാണ്, തിരിച്ച് കൊടുക്കാവുന്നതാണ്. വെനെവർ ദ ഗുഡ്സ് ആർ നോട്ട് ആസ് പെർ ദ സ്പെസിഫിക്കേഷൻ ദ ബയ്യർ മേ റിട്ടേൺ ദീസ് ഗുഡ്സ് ടു ദ സപ്ലയർ. ആരാണോ സപ്ലൈ ചെയ്തത് അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റിട്ടേൺ അയക്കാവുന്നതാണ്. ദീസ് റിട്ടേൺസ് ആർ എൻറ്റഡ് ഇൻ ദ ബുക്ക് നോൺ ആസ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺ ഔട്ട്വേർഡ്. റിട്ടേൺ ഔട്ട്വേർഡ് ജേണൽ ബുക്ക് എന്ന് പറയും. അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ, നമ്മൾ സെയിൽ ചെയ്ത കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും ഡാമേജസോ അല്ലെങ്കിൽ അധികമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു തരികയാണ് ചെയ്യുക. അപ്പോൾ റിട്ടേൺ ഇൻവേർഡാണ് വരുന്നത്. വെൻ ദ ബുക്സ് ആർ സോൾഡ് ടു ദ കസ്റ്റമർ, goods are sold to the customer and they are not satisfied with the goods, they may return these goods to the businessman. Such returns are known as sales return അല്ലെങ്കിൽ return inward എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ. ഇനി ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്, കടമായിട്ട് ഗുഡ്സ് സോൾഡ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ദ ഡേറ്റ് and the period of payment is agreed upon between the seller and the buyer. അപ്പോൾ ബയ്യറും സെല്ലറും തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റിൻ്റെ പീരീഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ഡ്യൂലി സൈൻഡ് ബൈ ദ ബോത്ത് പാർട്ടീസ്. അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ് രണ്ട് പേർക്കും, അതായത് ബയ്യർക്കും സെല്ലർക്കും ഓക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു എഗ്രിമെൻ്റ് ഒരു പേപ്പറിൽ ഡോക്യുമെൻറ്റിൽ എന്ത് ചെയ്യും, സൈൻ ചെയ്യും. ദിസ് റിട്ടേൺ ഡോക്യുമെൻ്റ് ഈസ് കാൾഡ്, ആ റിട്ടേൺ ചെയ്യുന്ന ഡോക്യുമെൻറ്റിന് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഫോർ ദ സെല്ലർ ഇറ്റ് ഈസ് എ ബിൽ റിസീവബിൾ ആൻഡ് ഫോർ ദ ബയ്യർ ഇറ്റ് ഈസ് എ ബിൽ പേയബിൾ. അപ്പോൾ സെല്ലർക്ക് എന്തായിരിക്കും, ബിൽസ് റിസീവബിൾ ആയിരിക്കും, ബയ്യർക്ക് ബിൽസ് പേയബിൾ ആയിരിക്കും. ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ ആർ ടു ജേണൽ പ്രിപ്പയർഡ് ബൈ എ ബിസിനസ്മാൻ. രണ്ട് സെപ്പറേറ്റ് ബുക്കാണ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നോക്കാം. ഫോർ എക്സാമ്പിൾ, പ്രണയ സെൽസ് ഗുഡ്സ് ടു ഗുണക്ഷി ഓൺ ക്രെഡിറ്റ് ഫോർ ₹5,000 പേയബിൾ ആഫ്റ്റർ 3 months ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എ ഡോക്യുമെൻറ്റ് ഈസ് പ്രിപ്പയർഡ് കണ്ടെയ്നിങ് ദീസ് ഫാക്ട് ആൻഡ് ഈസ് ഡ്യൂലി സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്, പ്രണയയും അതുപോലെ തന്നെ ഗുണക്ഷിയും എന്ത് ചെയ്യണം, ഡ്യൂലി സൈൻ ചെയ്തിരിക്കണം. ഫോർ പ്രണയ എന്തായിരിക്കും, ബിൽസ് റിസീവബിൾ ആയിരിക്കും. ഗുണക്ഷിക്ക് എന്താണ്, ബിൽസ് പേയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ബയ്യറും സെല്ലറും ആരാണെന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പേയബിൾ, ബിൽസ് പേയബിൾ എന്താണ്, ദിസ് ഈസ് എ ജേണൽ ഇൻ വിച്ച് റെക്കോർഡ് ഓഫ് ദോസ് ബിൽസ് ഈസ് കെപ്റ്റ് ഓൺ വിച്ച് ദ ഫേം ഹാസ് ഗിവൺ ഇൻ ഇറ്റ്സ് അക്സെപ്റ്റൻസ് ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ഓൺ ലേറ്റർ ഡേയ്സ്. അപ്പോൾ ബില്ല് പേ ചെയ്യാമെന്നുള്ളൊരു ഡേറ്റ് നമ്മൾ ആ 3 months ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ടൈമിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബില്ല് കൊണ്ടുപോയി പേ ചെയ്യുന്നത്. ഇനി ജേണൽ പ്രോപ്പർ. ദിസ് ജേണൽ ഈസ് മെൻറ്റ് ഫോർ റെക്കോർഡിംഗ് all such transaction for which no special journal has been maintained in the books. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജേണൽ ഒന്നും എന്ത് ചെയ്യേണ്ടതില്ല, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതില്ല. therefore in this journal all such transactions are recorded which do not occur frequently and for these transaction no special journal is required. അങ്ങനെ സ്പെഷ്യലായിട്ട് ഇതൊന്നും റെക്കോർഡ് ചെയ്യേണ്ട. കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത്, പർച്ചേസിൽ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് പർച്ചേസിൽ, അതുപോലെ തന്നെ സെയിൽസിന് സെപ്പറേറ്റ് നോക്കുന്നുണ്ട്, ബിൽസ് റിസീവബിളിനും ബിൽസ് പേയബിളിനും ക്യാഷ് ഡീലിങ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഇഫ് മെഷീനറി ഈസ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. അതേസമയം നമ്മൾ അസറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞു, ഈ പർച്ചേസ് അക്കൗണ്ടിൽ സെയിൽസ് അക്കൗണ്ടിലൊന്നും നമ്മൾ നോട്ട് ചെയ്യില്ല. ഇറ്റ് വിൽ ബി റെക്കോർഡ് ഇൻ ദ ജേണൽ പ്രോപ്പർ. അപ്പോൾ ഇവിടെ മെഷീനറി കടമായിട്ടൊക്കെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ഈ ജേണൽ പ്രോപ്പറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ journal proper, because in the cash book we will record only cash purchase of machinery. Cash purchase of machinery മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുള്ളൂ അല്ലേ. അതേസമയം പർച്ചേസിലാണെങ്കിൽ ക്രെഡിറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും, അതേ അസറ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ ജേണൽ വിൽ ബി റെക്കോർഡ് ഇൻ ദ ജേണൽ പ്രോപ്പർ സച്ചസ്. ഏതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസുമാണ് നമ്മൾ ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ കണ്ടിരുന്നല്ലോ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അക്രൂഡ് ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിപ്രിസിയേഷൻ, ക്രെഡിറ്റ് പർച്ചേസ്, ബാഡ് ഡെറ്റ്സ്, ഡ്രോയിങ്, വിത്ത്ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഏതിൽ റെക്കോർഡ് ചെയ്യുന്നത്, ഈ ജേണൽ പ്രോപ്പർ. ഈ ജേണൽ പ്രോപ്പർ ഇതേ സെയിം തന്നെയാണ് നമ്മൾ ഏതിലും റെക്കോർഡ് ചെയ്യുന്നത്, ജേണൽ എൻട്രിയിലും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എന്താണ് പറയുന്നത്, ഇറ്റ്സ് നോ സ്പെഷ്യൽ ജേണൽ ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു ജേണൽ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബ്ലംസ് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സസൈസ് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.